എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും. അതായത് എഴുതി ഫലിപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു 10 വയസ്സുള്ള കുട്ടി, 10 വയസ്സ് പ്രായമുള്ളവരെയൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾ എന്നാണല്ലോ കണക്കാക്കുന്നത്. ഈ 10 വയസ്സിൽ നിന്നും വീണ്ടും ഒരു 10 വയസ്സ് കഴിയുമ്പോൾ അവർ കുട്ടിയിൽ നിന്നും മുതിർന്ന ഒരാളായി പരിണമിക്കുന്നു. 20 കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞാൽ 30, പിന്നീട് ഒരു 10 കഴിഞ്ഞാൽ 40, പിന്നീട് 50, ഒക്കെ 10 വർഷത്തിൻ്റെ ഗ്യാപ്പാണ് ഞാനീ പറയുന്നത്. ഇതിപ്പോൾ എന്താ ഞാനിങ്ങനെ വയസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഈ 10 വയസ്സിലെ കുട്ടി ഒരു 10 വർഷം കഴിഞ്ഞ് 20 ആവുമ്പോൾ തന്നേക്കാൾ വീണ്ടും 10 വയസ്സ് മേലോട്ടുള്ള ആൾക്കാരെയൊക്കെ 10 വർഷം മേലോട്ടുള്ളവരെയൊക്കെ അവർ തള്ള വൈബാണ്, തന്ത വൈബാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുന്ന ഭാഷകൾ ഉപയോഗിച്ച് കാണുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ആക്ച്വലി പണ്ടൊക്കെ പ്രായത്തിന് മേലെയുള്ളവരെ ബഹുമാനിക്കാൻ പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ പ്രായമുള്ളവരെ അപമാനിക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ വളരെയധികം തരം താണ പോലെയാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയണം, 10 വയസ്സുള്ള കുട്ടികൾക്ക് പക്വതയുണ്ടാവും, മെച്യൂരിറ്റി ഉണ്ടാവും. എത്രയോ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. 20 വയസ്സുള്ളവരിലുമുണ്ട്, 30-ലുണ്ട്, 40-ലുമുണ്ട്. പക്ഷേ കുട്ടിത്തമുള്ള 30-കാരനും 40-കാരനും 50-കാരനും ഒക്കെ ഉണ്ട്, 60-ഒക്കെ ഉണ്ട്. ആ കുട്ടിത്തമുള്ളവരെ തള്ള വൈബെന്നും ഈ പക്വതയുള്ള ഈ 10 വയസ്സിനെ തന്ത വൈബെന്നും അല്ലെങ്കിൽ മാറ്റി പറയുമോ? എങ്ങനെയാണിത് പറയുക? എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കുട്ടിത്തമുള്ള വയസ്സുള്ളവരെ കുട്ടിയെന്ന് പറയണ്ടേ? അപ്പോൾ പക്വതയുള്ള 20-നെ തന്ത വൈബ് തള്ള വൈബെന്ന് പറയണ്ടേ? എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? തന്ത തള്ള എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മളൊരു കാലത്ത് ഇപ്പോഴും അതെ, സംസ്കാരമുള്ള മനുഷ്യർ സംസ്കാരമില്ലാത്തൊരു ഭാഷയായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ, അച്ഛൻ, ആ ഒരു വാക്കുകളിലൂടെയൊക്കെ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും എല്ലാം ഇത്രയും മോശമായിട്ടത് ഇപ്പോഴുള്ള തലമുറ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സഹതാപം അവരോട് തോന്നുന്നത്. കാരണം അവരുടെയൊക്കെ വീട്ടിലും ഇല്ലേ ഈ മാതാപിതാക്കളൊക്കെ, മുതിർന്നവരൊക്കെ, ജ്യേഷ്ഠന്മാരും വല്യച്ഛന്മാരും വല്യമ്മമാരും അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ ഇല്ലേ? എല്ലാവർക്കും പ്രായത്തെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം. അതുപോലെയുള്ള പുതിയ വാക്കുകൾ, പലതരം വാക്കുകളാണ് പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ഒന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന മലയാളമൊക്കെ. നമ്മൾ സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല, നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിച്ചിട്ടില്ല. അല്ലാത്ത മലയാളങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില പാഠ്യവിഷയങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ പറയുന്നതാണ്, വെറുത്തുപോയി. നമ്മൾ സാധാരണ അങ്ങനെ ജനങ്ങൾ അതൊക്കെ പറയാറുണ്ടായിരുന്നോ? ഇതൊക്കെ പുതിയ ലെവലിൽ ആൾക്കാർ സംസാരിച്ച് വരുമ്പോൾ, പുതിയ രീതിയിലുള്ള ഭാഷയാവുമ്പോൾ അതിനെ ഇത്തരത്തിൽ ഒരു വെറും അതുപോലെ അനാവശ്യ അസഭ്യ വാക്കുകളൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിലെ കുട്ടികളൊക്കെ ടീച്ചർമാർ അറിയുന്നുണ്ടെന്നൊന്നും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറും മറ്റു വാക്കുകൾ ചരവർഷമാണ് കൂളായിട്ട്. അതിനവർക്ക് നാണമൊന്നുമില്ല പറയാൻ. അവർക്ക് അർത്ഥം അറിഞ്ഞിട്ടാണോന്ന് പോലും അറിയില്ല. ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഇതിനധികം പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും തിരുത്താനോ മാതാപിതാക്കളോ സ്കൂളുകാരോ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇത്തരത്തിലും ഇപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു വാക്ക് ഇപ്പം പോലും നമുക്ക് ഉച്ചരിക്കാൻ അതിനുള്ള ധൈര്യമില്ല. ആ വാക്കുകളൊക്കെ കുട്ടികൾ ക്ലാസ് റൂമിൽ ഇങ്ങനെയൊക്കെ അനാവശ്യം വളരെ കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെ വരെ വിളിക്കുന്നതൊക്കെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതെന്ത് മാറ്റമാണ്, എന്തിനുള്ള മാറ്റമാണ്, എങ്ങനെയുള്ള മാറ്റമാണെന്നൊക്കെ ഇതിനൊരു മാറ്റമായിട്ട്, നല്ലൊരു മാറ്റമായിട്ട് കരുതാൻ കഴിയില്ല. കാരണം നല്ല ഒരു ഭാഷയാണ് മലയാളം. ആ ഭാഷയെ
ഇത്രയധികം നശിപ്പിക്കാൻ ഈ തലമുറ നിൽക്കരുത് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടൊക്കെ ഒരു അഭ്യർത്ഥനയാണുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ബൈ.